ഹലോ, എല്ലാവർക്കും ജയ അക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ എന്ത് പറയുന്ന അപ്പവും തേങ്ങാത്തോരനായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മൂത്ത മോനും മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി, അങ്ങനെ ഞാൻ പിന്നെ ഒരു കുറച്ച് ഉള്ളി എടുത്തിട്ടെ മുട്ടക്കറി ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറിയുടെ റെസിപ്പി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന്. കാരണം ഒത്തിരി പേര് കഴിച്ചിട്ടത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഒട്ടുമില്ല. വെറും ഉള്ളിയും പച്ചമുളകും മസാല ഐറ്റങ്ങളും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. കുറേ വഴണ്ടി കേട്ടോ. ഞാൻ കടുവൊന്നും ഇട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കടുവൊക്കെ ഇടാം. പെട്ടെന്ന് ഞാനങ്ങ് ഉണ്ടാക്കുവാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും നമുക്ക് ടെൻഷനേ ഇല്ല, ഇതിനകത്ത് പുളിയൊന്നും പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളിലോട്ട് പോകും. അതായത് ബാക്കി എന്തൊക്കെ മസാല ഇടണം. ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം മല്ലിപ്പൊടി. ഇതെല്ലാം ചെയ്തതിന് ശേഷം കുക്കറിലൊരു വിസിലടുപ്പിക്കും കേട്ടോ. അതുകൊണ്ട് ഇതിന് നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല കുറുകി കിട്ടും. ഉള്ളിയൊന്നും ഭയങ്കര ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ടേ, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കിടന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് നമുക്ക് ബാക്കി മസാല ഇടാം. അപ്പോൾ അതാണ്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ദാണ്ടേ നല്ല വഴണ്ടു, അതിൻ്റെ പച്ചമണം മാറി. നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് തീ ഓഫ് ചെയ്തു. കാരണം മുളക് പൊടി കുറച്ചെങ്കിലും കൂടുതലായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കറിക്ക് രുചി കാണത്തില്ല കേട്ടോ. പെട്ടെന്ന് എൻ്റെ എണ്ണയിൽ നല്ല ചൂടായി കിടക്കുമല്ലേ, മല്ലിയുടെ കണക്കല്ല, മുളക് പെട്ടെന്ന് കറിയും അടി പിടിക്കും. മുളക് പൊടിക്ക് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് കേട്ടോ. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്ത് ഇനി ഒരു ശകലം ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. ശകലം. തീ ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിലോട്ട് ഒഴിക്കുന്ന എണ്ണ, ഇച്ചിരി എണ്ണമയമൊക്കെ ഉണ്ട്, ഇച്ചിരി രുചിയായിട്ട് എൻ്റെ മകൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ശകലം, എനിക്ക് ഇച്ചിരി ഉള്ളി വന്നപ്പോഴേ എണ്ണ കൂടിപ്പോയോ എന്നൊരു സൗണ്ട്. ഇത് എന്നാലും കുഴപ്പമില്ല, നമുക്കിത് ടാലിയാക്കാം. അപ്പോൾ പിന്നെ ഞാൻ കുക്കറിൽ തന്നെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. ഇതിനകത്ത് ചൂട് വെള്ളം വേണം ഒഴിക്കാൻ. ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് അങ്ങ് പോകും. ഞാൻ പെട്ടെന്ന് ഗ്യാസ് കത്തിക്കുകയാണ്. ഇപ്പം തിളയ്ക്കും. ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. കണ്ട, തിളപ്പിച്ച വെള്ളം ഒഴിച്ചുകൊണ്ടാണ് പെട്ടെന്ന് അതങ്ങ് തിളച്ചത്. അങ്ങനെ ഞാൻ കുക്കർ അടച്ചു കൊടുത്തേ. അത് ഒരു വിസിലാകുമ്പോൾ നമുക്ക് ഇറക്കാം. പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. അപ്പോഴാണെങ്കിൽ 2 മുട്ടയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ മുട്ട നല്ല കഴുകി, മുട്ടത്തോടെല്ലാം നല്ല കഴുകിയിട്ട് എന്താ പറയുന്നത്, ഈ കുക്കറിൽ തന്നെ നമ്മൾ ഈ മസാലയെല്ലാം തിളച്ചപ്പോഴേ ഇത് കറിവേപ്പില ഇട്ടിട്ട് അടച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തിനാണ് വേറെ പാത്രത്തിൽ വേവിക്കുന്നത്, ഞാനത് അടച്ചു കൊടുക്കുകയാണ്. ഒരു വിസിലിൽ നമ്മുടെ കറിയും കുറുകി കിട്ടും, മുട്ടയും വെന്ത് കിട്ടും. പക്ഷേ ചോറൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ എല്ലാ ദിവസവും ഒന്നും ചോറിനകത്തൊന്നും മുട്ട ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തൂടെ. ഒത്തിരി പേര് കൊടുക്കും. കാരണം ഇപ്പം നമ്മുടെ വീട്ടിൽ അന്ന് ചിലപ്പോൾ വെജ് കഴിക്കുന്ന ഒരാൾ ഗസ്റ്റായിട്ട് വന്നു, അല്ലെങ്കിൽ നമ്മൾ ചില ദിവസങ്ങളിൽ വീക്കിലിയിൽ കഴിക്കാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെയ്യില്ല. ഇത് മുട്ടക്കറി ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് 1 മുട്ട 2 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ മുട്ടത്തോട് നല്ല വൃത്തിക്ക് കഴിയുന്ന ശേഷം നിങ്ങൾക്ക് കുക്കറിനകത്ത് ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ 5-6 മുട്ട വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഒരു വിസിൽ അടിക്കുകയാണെങ്കിൽ മുട്ട നല്ല വെന്ത് കിട്ടും. ശരി, നല്ല തിളയ്ക്കുന്ന ഞാൻ ഇനി ഇത് ഓഫ് ചെയ്ത് ഒരു വിസിലാകുമ്പോഴത്തേക്കും മുട്ടയും വേവും. അപ്പം തന്നെ പക്ഷേ ഊരണം കേട്ടോ. വിസിലപ്പോഴത്തന്നെ ഊരണം. മുട്ടയും വേവും, മസാലയും ഗ്രേവി ആയി കിട്ടും. അപ്പം ഞാൻ അടച്ചു കൊടുക്കുകയാണ്. ഇത് 2ാമത്തെ വട്ടം അടയ്ക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തോന്നിയൊരു വിദ്യയാണ്. ഞാൻ ഇത് മിക്കപ്പോഴും ചെയ്യുന്നതാണ് മുട്ടക്കറിയൊക്കെ ഉള്ള ദിവസം. കുറച്ച് തേങ്ങ, ഒരു 3 ടേബിൾ സ്പൂണുള്ള വരത്തുള്ളൂ കേട്ടോ, കൂടുതലൊന്നുമില്ല. കുറച്ച് തേങ്ങ, അത് ഞാൻ കുറച്ച് ചൂടുവെള്ളം തന്നെ ചേർത്തിരിക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടെ വെള്ളം വേണം. ചൂടുവെള്ളം ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിനകത്ത് ഒഴിക്കണം. അതുകൊണ്ട് ഞാൻ കുക്കർ എടുത്തു. അതുകൊണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന് മുട്ടക്കറി നല്ല പാകമായിട്ടുണ്ട്. മുട്ടയും വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം മതി, നമ്മുടെ മുട്ട വേവും കേട്ടോ ആവിയിൽ തന്നെ. നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്കിതാ മുട്ട പതുക്കെ എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ജയക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും കാണിക്കുക. അതുകൊണ്ട് ഞാനെന്ത് ഈ സ്റ്റീൽ പാത്രത്തിലോട്ട് ഞാൻ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. കുക്കറിൽ കിടക്കുന്ന ഗ്രേവി. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ കറിയുടെ ഒരു കറക്റ്റ് ടച്ച് അറിയാൻ പറ്റും കേട്ടോ. വേണ്ട ഇട്ടിട്ട് നല്ല ഇളക്കണം കേട്ടോ. കുറച്ചും കൂടെ കുക്കറിലുണ്ട്. ഞാനൊന്ന് മൊത്തം വടിച്ചൊഴിക്കട്ട്. അങ്ങനെ കുക്കറിൽ മൊത്തവും ഞാൻ ഇതിനോട്ട് വടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒരു തിള വന്ന് ഇത് മതി. ഇനി ഞാൻ നിർത്തുകയാണ്. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിനി മുട്ട ഇടാനുണ്ട്. 1 മിനിറ്റ്.
ദാണ്ട നമ്മുടെ മുട്ടത്തോടിയിൽ നിന്ന് ദാണ്ട മുട്ടയൊക്കെ ഞാൻ എടുത്തു. കുറച്ച് എവിടെയൊക്കെയോ ഒരു ഇച്ചിരി മസാല ഇതിനകത്ത് പിടിച്ച കണക്ക് ലൈറ്റായിട്ട് കേട്ടോ. അതെന്തായാലും ആവുമല്ലോ. വെട്ടിത്തിളയ്ക്കുന്ന ആ മുട്ട കുറുമയെന്ന് വേണമെങ്കിൽ പറയാം, അതിനകത്തോട്ട് നമുക്ക് മുട്ടയിട്ട് എടുക്കാം. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലേ ഉള്ളി എടുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ മുട്ട നോക്ക് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് എല്ലായിടവും. കാരണം ഈ മുട്ടയ്ക്കകത്ത മഞ്ഞക്കരുവിൻ്റെ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവി കുറച്ച് ഇതിനകത്ത് പിടിക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് കുരുമുളകും കുറച്ച് ഗരം മസാലയും കൂടെ ചീട്ടാൻ പറഞ്ഞ മീൻസ് കുറച്ചും കൂടെ ഒന്ന് തൂക്കി കൊടുക്കണം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് അടച്ചു വെക്കണം. ഇനിയൊന്നും കയ്യിലൊരു പൊടി ഇത്ര എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിട്ട് കൊടുത്ത് അത് ഗരം മസാല അതേ കണക്ക് ഇച്ചിരി കുരുമുളക് കേട്ടോ പേരിനും വേണ്ടി. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കറിവേപ്പില, ഈ പച്ച കറിവേപ്പില ലാസ്റ്റ് ഇതിനകത്ത് കിടന്നൊന്ന് തിളയ്ക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരും. അതുകൊണ്ട് നമുക്ക് ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട, തക്കാളിയും വേണ്ട, കുറച്ച് തേങ്ങാപ്പാലും മസാലയും മാത്രം മതി. അപ്പം നമുക്ക് എങ്ങനെയായാലും ഒരു 2-3 മിനിറ്റ് എങ്കിലും ഒന്ന് അടച്ചു വെക്കണം. ലാസ്റ്റ് മെയിൻ ടിപ്പ് പറയാൻ പോവുകയാണ്. ഒരു തുള്ളി ഷുഗർ, ഈ എരിവും കുരുമുളകും ഇതിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്യാൻ. ഉള്ളിക്ക് ഓൾറെഡി ഉണ്ട് പേരിന് വേണ്ടി ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര, ഹിന്ദിയിൽ ചീനി എന്ന് പറയും. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇറക്കാൻ നേരത്തെ. ഇതിപ്പം എല്ലാം ശരിയായി. അപ്പം നമുക്ക് ഇത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ദാണ്ട ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ തോരൻ ഓൾറെഡി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ മോൻ പറഞ്ഞത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നമ്മുടെ മുട്ട കുറുമ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല, പുളി ഐറ്റങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. ഇനി ഒരെണ്ണം ബാക്കിയുണ്ട്, അതെനിക്ക്. ഓക്കെ, ഇവിടെ 1-2 ഐറ്റങ്ങളുണ്ട്, അതുകൂടെ വെക്കാം. ഇതാണ്ട് ഒരു പീസ് മാങ്ങ, പിന്നെ കപ്പയ്ക്ക. നല്ല മാങ്ങയാണ് കേട്ടോ, രണ്ടും ഒരേ കളറ്, മാങ്ങയ്ക്കും കപ്പയ്ക്കും. അയ്യോ, കപ്പയ്ക്കയിലൊരു കുരു ഇരിക്കുന്നു, അത് സ്വാഭാവികം ചിലപ്പോഴൊക്കെ ഉള്ളത്. അപ്പം നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഉറപ്പായിട്ട് എന്നോടൊന്ന് പറയണം കേട്ടോ.